വേദിയിലും സദസ്സിലുമുള്ള എല്ലാ സജ്ജനങ്ങൾക്കും സാദര നമസ്കാരം. ശ്രീ പത്മനാഭൻ്റെ തിരുമുന്നിൽ അദ്ദേഹത്തിൻ്റെ പുത്തരിക്കണ്ടത്തിൽ കഴിഞ്ഞ 15 വർഷമായി നടക്കുന്ന ഈ വൈചാരിക സമ്മേളനം ഈ വർഷത്തെ സാഫല്യത്തിലേക്ക് എത്തുമ്പോൾ ഇവിടെ കൂടിയിരിക്കുന്ന ആൾക്കാരോട് ചില വാക്കുകൾ സംസാരിക്കാൻ ലഭിച്ച അവസരം ഒരു സൗഭാഗ്യമായി കണക്കാക്കുകയാണ്. ഗോപാൽജിയോടും ഇതിൻ്റെ സംഘാടകരോടുമൊക്കെ ഇന്ന് എന്ത് വിഷയമാണ് ഇവിടെ സംസാരിക്കേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ ഈ വർഷം അനന്തപുരി ഹിന്ദു സംഗമം ഒരു തീം അടിസ്ഥാനത്തിലാണ് നടത്തപ്പെട്ടത് എന്ന് മനസ്സിലാക്കുകയും രാഷ്ട്രീയ സ്വയംസേവക സംഘം അതിൻ്റെ ശതാബ്ദി വർഷത്തിലൂടെ കടന്നു പോകുന്നത് കൊണ്ട് സംഘസംബന്ധിയായ ചില വിഷയങ്ങൾ സംസാരിക്കണമെന്നാണ് എന്നോട് ആവശ്യപ്പെട്ടത്. സംഘവുമായി പരിചയമില്ലാത്ത ആൾക്കാർ ഇന്ന് കുറവാണ്. ഒരു കാലത്ത് രാഷ്ട്രീയ സ്വയംസേവക സംഘം എന്ന് പറഞ്ഞാൽ ഏത് സഹകരണ സംഘമാണ് എന്ന് ചോദിക്കുന്നവരുണ്ടായിരുന്നു. ഇന്ന് ലോകത്തൊരിടത്തും രാഷ്ട്രീയ സ്വയംസേവക സംഘത്തെ ആരും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. കാരണം ഏറ്റവും കൂടുതൽ ആൾക്കാരെ ഉച്ചരിക്കുന്ന വാക്കാണ് RSS. അനന്തപുരി ഹിന്ദു സംഘവും RSSും തമ്മിൽ എന്താണ് ബന്ധം എന്ന് ചിന്തിക്കുന്നവരുണ്ടാവാം ചിലരെങ്കിലും. അനന്തപുരി ഹിന്ദു സംഗമം മാത്രമല്ല, ഈ രാജ്യത്തെ നിരവധി സംരംഭങ്ങളും സാമൂഹ്യ വ്യതിയാനങ്ങളും നിരവധി മൂവ്മെന്റുകളും അതിൻ്റെ എല്ലാം പിന്നിലുള്ള നിശബ്ദ സാന്നിധ്യമാണ് രാഷ്ട്രീയ സ്വയംസേവക സംഘം. സംഘത്തിൻ്റെ പ്രചാരകനായി ദീർഘകാലം പ്രവർത്തിച്ചയാളാണ് ശ്രീ ഗോപാൽജി. മുഴുവൻ സമയ പ്രവർത്തകനായിരുന്നു. അതിനുശേഷം ഗൃഹസ്ഥാശ്രമത്തിലേക്ക് വന്ന് വേണമെങ്കിൽ കുടുംബവും കുഞ്ഞുകുട്ടി പരാധീനവും ഒക്കെ ആയിട്ട് കഴിയാം. പക്ഷെ ഒരു സ്വയം സേവകനെ സംബന്ധിച്ച് അങ്ങനെ അടങ്ങിയിരിക്കാൻ പറ്റില്ല. കാരണം സംഘവുമായി ബന്ധപ്പെടുന്നവർ മരണാന്തം പ്രവർത്തന നിരതരായിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ആർക്കു വേണ്ടി? ഈ സമൂഹത്തിന് വേണ്ടി, ഈ രാഷ്ട്രത്തിന് വേണ്ടി, ഈ സമൂഹത്തിൻ്റെ സുരക്ഷയ്ക്കും സുസ്ഥിരതയ്ക്കും വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുക. അപ്പം ഇത്തരം നിരവധി സംരംഭങ്ങൾ സത്യാനന്ദ സരസ്വതി സ്വാമികൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലുരുത്തിരിഞ്ഞ ഈ ഹിന്ദു സംഗമം ഇടക്കാലത്ത് നിലച്ചു പോവുകയും വീണ്ടും തുടങ്ങുകയും ഒക്കെ ചെയ്തു എന്ന് പറഞ്ഞു. കേരളത്തിലെ ഹിന്ദു ഒരു വഴിച്ചണ്ടയായി കഴിഞ്ഞിരുന്ന കാലത്ത് ആർക്കും കൊട്ടിക്കടന്നു പോകാൻ കഴിയുന്ന, ചോദിക്കാനും പറയാനും ആളില്ലാത്ത, മേൽവിലാസമില്ലാത്ത ഒരാൾക്കൂട്ടമായിരുന്ന കാലത്ത് സത്യാനന്ദ സരസ്വതി സ്വാമി ഈ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി നടത്തിയ യാത്രകളും പ്രഭാഷണങ്ങളും ഒക്കെ ഉണ്ട്. അദ്ദേഹം അഴിച്ചുവിട്ട കൊടുങ്കാറ്റുണ്ട്. സത്യാനന്ദ സരസ്വതി സ്വാമിയുടെയും പിന്നിലുള്ള ശക്തി, അദ്ദേഹത്തിൻ്റെ തപോബലവും അദ്ദേഹത്തിൻ്റെ പിന്നിലുണ്ടായിരുന്ന ശക്തി രാഷ്ട്രീയ സ്വയംസേവക സംഘമായിരുന്നു. കേരളത്തിലെ ഹിന്ദു സ്വാഭിമാനത്തിലേക്ക് വരുന്നത്, ഹിന്ദു ബോധത്തിലേക്ക് അടുത്ത കാലത്തെത്തിച്ചേരുന്നത് നമുക്കറിയാം നിലയ്ക്കൽ പ്രക്ഷോഭത്തോടു കൂടിയാണ്. നിലയ്ക്കൽ
അയ്യപ്പന്റെ പൂങ്കാവനത്തിലേക്ക് കടന്നുകയറിയ ശക്തികൾക്കെതിരെ പ്രതികരിക്കാൻ ഹിന്ദു 100 വട്ടം ആലോചിച്ചു. പക്ഷെ ആ ഹിന്ദുവിന്റെ മുന്നിൽ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ പ്രേരണയും പ്രചോദനവും നൽകുന്ന പ്രവർത്തകർ മുന്നോട്ട് വന്നപ്പോൾ ആദ്യമായി കേരളത്തിൽ ഹിന്ദു വിജയിച്ചു മുന്നേറുന്ന ഒരു സമരത്തിന്റെ ഭാഗമായി. ഞാനൊന്നും വന്ന് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിനില്ല. സംഘം എന്ന പ്രസ്ഥാനത്തിലേക്കും പ്രത്യയശാസ്ത്രത്തിലേക്കും ഞാൻ ആകൃഷ്ടനാകുന്നത് നിലയ്ക്കൽ പ്രക്ഷോഭത്തിന് ശേഷമാണ്. നിലയ്ക്കൽ പ്രക്ഷോഭം മനസ്സിലാക്കുന്നത് പത്രദ്വാരയാണ്. അതിനപ്പുറം എനിക്ക് നിലയ്ക്കൽ പ്രക്ഷോഭവുമായിട്ട് ബന്ധമില്ല. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തെ എന്നെ പോലെയുള്ള ഒരു സാധാരണക്കാരൻ നിരീക്ഷിച്ചു തുടങ്ങുന്നത് നിലയ്ക്കൽ പ്രക്ഷോഭത്തോടു കൂടിയാണ്. അതിനുശേഷം നമ്മുടെ നാട്ടില്, കേരളത്തിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ ഹിന്ദു സമൂഹം എത്രയെത്ര വെല്ലുവിളികളെ സധൈര്യം നേരിട്ടുകൊണ്ടിരിക്കുന്നു. എന്റെയൊക്കെ കുട്ടിക്കാലത്ത് ഞങ്ങളുടെ ഗ്രാമത്തിലൊക്കെ ഉള്ള ക്ഷേത്രങ്ങളോടനുബന്ധിച്ചുള്ള സർപ്പക്കാവുകളിൽ കടന്നു കയറി ആ സർപ്പശിലകളെ തോളത്തെടുത്തു വെച്ച് കൊണ്ടുപോയി തല്ലിപ്പൊട്ടിച്ച് പൊട്ടക്കിണറുകളിൽ ഇടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരാളും ചോദിക്കാനുണ്ടായിരുന്നില്ല, ഒരാളും ആ ശക്തികൾക്കെതിരെ ശബ്ദിക്കാനുണ്ടായിരുന്നില്ല. ഇന്ന് ആ സ്ഥാനത്ത് ഏതെങ്കിലും നമ്മളുടെ ഒരു ക്ഷേത്രത്തിന് നേരെയോ നമ്മളുടെ ഒരു സ്ഥാപനത്തിന് നേരെയോ ആ ശക്തികളൊന്നും ദുഷ്ടലാക്കോടുകൂടി നോക്കുക പോലുമില്ല. അതിന്റെ കാരണം രാഷ്ട്രീയ സ്വയംസേവക സംഘം ആ ഗ്രാമത്തിൽ ഇന്ന് സജീവമാണ് എന്നുള്ളതാണ്. ഇത് തന്നെയല്ലേ കേരളത്തിലെ, ഭാരതത്തിലെ അവസ്ഥ? ഇന്ന് നമ്മുടെ രാജ്യം, ജമ്മു കാശ്മീരില് നമ്മളുടെ ഭാരതീയരെ നിറയൊഴിച്ച് കൊന്ന സമയത്ത്, ഭീകരവാദികൾ നിറയൊഴിച്ചു കൊന്ന സമയത്ത് രാജ്യം ഒറ്റക്കെട്ടായിട്ട് അതിനെ അപലപിക്കുന്നു. രാജ്യം ഒറ്റക്കെട്ടായിട്ട് തമോമയ ശക്തികൾക്കെതിരെ പോരാടാൻ ശ്രമിക്കുന്നു. നാളിതുവരെ കാണാത്ത തരത്തിൽ ലോകം മുഴുവൻ ഭാരതത്തിന്റെ പിന്നിൽ അണിനിരക്കുന്നു. ഇതെങ്ങനെ സംഭവിച്ചു? സ്വയംസേവകനായ ഒരു പ്രധാനമന്ത്രി വരുന്നതുവരെ ലോകത്തെ വൻശക്തി രാഷ്ട്രങ്ങളൊന്നും ഭാരതത്തിന്റെ പിന്നിൽ ഉണ്ടായിരുന്നില്ല. ഇന്ന് ഭാരതത്തിന്റെ സൈനിക ശക്തിയെക്കുറിച്ച്, ഭാരതത്തിന്റെ വളർന്നുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക ശക്തിയെക്കുറിച്ച്, നയതന്ത്ര രംഗത്തെ ഭാരതത്തിന്റെ അപ്രതിരോധ്യമായ സംവിധാനങ്ങളെ കുറിച്ച് ലോകത്തെ എല്ലാ ശക്തികൾക്കും അറിയാം. രാഷ്ട്രീയ സ്വയംസേവക സംഘം നരേന്ദ്രമോദിയെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയ പ്രസ്ഥാനമല്ല. ഭാരതത്തിന്റെ രാഷ്ട്രീയ ഭരണം കൈയാളുക എന്ന ഉദ്ദേശത്തോടുകൂടി അല്ല സംഘം ഉണ്ടായത്. പക്ഷേ സംഘത്തിന്റെ നിരവധി ലക്ഷ്യങ്ങളിൽ ഇവിടെ ഈ രാജ്യത്ത് ദേശീയമായ ഒരു ഭരണ സംവിധാനം ഉണ്ടാവണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു. തപസ്വികളുടെ ആഗ്രഹങ്ങൾ സഫലമാകും എന്ന് കേട്ടിട്ടില്ലേ? സംഘത്തിന്റെ മഹാതപസ്വിയായ ഡോക്ടർ കേശവ ബലറാം ഹെഡ്ഗേവാർ അദ്ദേഹത്തിന്റെ ശതാബ്ദി ആഘോഷിക്കുന്ന സമയത്താണ് RSSന്റെ സ്ഥാപകൻ ആരാണ് എന്ന് പോലും നാട്ടുകാരറിയുന്നത്. ഇന്നും ചാനൽ ചർച്ചയില് ചില ചർച്ചാവീരന്മാർ ഡോക്ടർ മുഞ്ചയാണ് RSS തുടങ്ങിയതെന്നൊക്കെ എടുത്തടിക്കുന്നത് കേൾക്കാം. ഒരു വിരോധവുമില്ല. കാരണം ഇവർ പഠിക്കുന്നത് ബ്രിട്ടീഷുകാർ എഴുതിയ ചരിത്രമാണ്. ബ്രിട്ടീഷുകാരുടെ ചില രേഖകളില് 1930 ഡോക്ടർ മുഞ്ച RSS തുടങ്ങി എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. RSS തുടങ്ങുന്നത് 1925 വൈകുന്നേരത്തെ ചാനൽ ചർച്ചയിൽ പ്രത്യേകിച്ച് ഇടതുപക്ഷ കുബുദ്ധിജീവികൾ ഇതൊക്കെ എടുത്താണ് ഉദ്ധരിക്കുന്നത്. ഇന്ന് ഭാരതം സന്ദർശിക്കുന്ന ലോകരാഷ്ട്രത്തലവന്മാർ ഇന്ദ്രപ്രസ്ഥത്തിലെ അത്താഴ വിരുന്ന് കഴിഞ്ഞാൽ നാഗപ്പൂര് കൂടി ഒന്ന് സന്ദർശിക്കുന്ന സ്ഥിതിയിലേക്ക് എത്തിയിട്ടുണ്ട്.
ഡോക്ടർ കേശവ ബൽറാം ഹെഡ്ഗേവാറിന്റെയും പരമപൂജനീയ ഗുരുജിയുടെയും ഒക്കെ സമാധി സ്ഥലത്ത് ഒരു തീർത്ഥാടന ബുദ്ധിയോടുകൂടി ലോകരാഷ്ട്രത്തലവന്മാർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരാരും ഇതൊന്നും ആഗ്രഹിച്ചിട്ടില്ല. ഡോക്ടർ ജിയോ ഗുരുജിയോ ഒന്നും ഇതൊന്നും ആഗ്രഹിച്ചിട്ടില്ല. നമ്മളെല്ലാവരും സംഘത്തെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുന്നത് പലപ്പോഴും സംഘ വിരുദ്ധരുടെ ഭാഷ്യങ്ങളിലൂടെയാണ്. ഞാൻ പലപ്പോഴും ഈ ചാനൽ ചർച്ചാവീരന്മാരെ RSSനെ കുറിച്ച് പറയുന്ന മണ്ടത്തരങ്ങള് കേട്ടിട്ട് ചിരിച്ചു പോയിട്ടുണ്ട്. അതിൽ നമ്മളെല്ലാവരും ആവർത്തിച്ച് കേൾക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയുടെ ഇടയില് ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ എന്തുകൊണ്ടാണ് ഡോക്ടർ കേശവ ബൽറാം ഹെഡ്ഗേവാർ പങ്കെടുക്കാത്തതെന്നൊക്കെ ചോദിക്കുന്നത് കേട്ടു. 1940 ഇഹലോകവാസം വെടിഞ്ഞ അദ്ദേഹം എങ്ങനെയാണ് ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുക്കുക? പിന്നീട് ഉന്നയിക്കുന്ന മറ്റൊരു വലിയ ആരോപണമാണ് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ RSSന് എന്ത് പങ്കാണ് ഉണ്ടായിരുന്നത്? RSS ഒന്നും ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വാങ്ങിത്തന്നത് ഇന്റർനാഷണൽ കോൺഗ്രസും AKGയും EM ശങ്കരൻ നമ്പൂതിരിപ്പാടും അങ്ങനെയുള്ള എല്ലാവരും കൂടെ ചേർന്നിട്ടാണെന്നാണ് ഇപ്പോൾ വാദിച്ച് സമർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയ സ്വയം സേവക സംഘം ഭാരതത്തിന് വേണ്ടി എന്താണ് ചെയ്തത്, ഈ സമൂഹത്തിന് വേണ്ടി എന്താണ് ചെയ്തത് എന്ന് ആവർത്തിച്ച് ചോദിക്കുന്നവർക്ക്, പ്രത്യേകിച്ചും സ്വാതന്ത്ര്യ സമരത്തിൽ RSSന് പങ്കില്ല പോലും. രാഷ്ട്രീയ സ്വയം സേവക സംഘം തുടങ്ങിയത് തന്നെ ഈ രാജ്യത്തിന്റെ ആത്യന്തികമായ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ്. 47 എല്ലാവരും സ്വാതന്ത്ര്യ സമരം അവസാനിപ്പിച്ചു. രാഷ്ട്രീയ സ്വയം സേവക സംഘം അവസാനിപ്പിച്ചിട്ടില്ല, ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. രാഷ്ട്രീയ സ്വയം സേവക സംഘം ആരംഭിച്ചിരിക്കുന്ന ഈ രാഷ്ട്രത്തിന്റെ, അതിലെ ജനതയുടെ ആത്യന്തികമായ സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പരിശ്രമത്തിലാണ് ഈ 100ാം വർഷത്തിലും രാഷ്ട്രീയ സ്വയം സേവക സംഘം. അപ്പം കേവലം രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിനപ്പുറത്ത് ഈ രാജ്യത്തിന്റെ, ഈ ജനതയുടെ യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്ക് നാം അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് സ്വാഭിമാനം ജീവിക്കുന്ന ഒരു തലമുറ ഈ നാട്ടിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഡോക്ടർ കേശവ ബൽറാം ഹെഡ്ഗേവാർ 2 വട്ടം ജയിൽവാസം അനുഷ്ഠിച്ചത് ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടാണ്. 1910 ഡോക്ടർ കേശവ ബൽറാം ഹെഡ്ഗേവാർ കൽക്കത്തയിലെ നാഷണൽ മെഡിക്കൽ കോളേജിലെ പഠിക്കാൻ ചേർന്നത് തന്നെ വിപ്ലവകാരികളായിട്ടുള്ള സുഹൃത്തുക്കളെ സമ്പാദിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ രണത്തിൽ വിപ്ലവകാരികളുടെ പക്ഷത്തായിരുന്നു സംഘസ്ഥാപകനായ ഡോക്ടർ ജി. കോഗൻ എന്ന കോഡ് നെയിമിലാണ് ആ കാലത്ത് അദ്ദേഹം അറിയപ്പെട്ടത്. 1917 സെൻട്രൽ പ്രോവിൻസിലെ ഹോം റൂൾ ലീഗിൽ ചേർന്നുകൊണ്ട് സ്വാതന്ത്ര്യ സമര പ്രവർത്തനത്തിൽ പങ്കാളിയായ ആളാണ് ഡോക്ടർ കേശവ ബൽറാം ഹെഡ്ഗേവാർ. എന്നിട്ട് ചോദിക്കുകയാണ്, RSSന് സ്വാതന്ത്ര്യ സമരത്തിൽ എന്താ കാര്യം? അദ്ദേഹം കോൺഗ്രസിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. 1920 നാഗപ്പൂരിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ വളണ്ടിയർ ആയിരുന്നു. പിന്നെ എപ്പോഴാണ് കോൺഗ്രസിലുള്ള അദ്ദേഹത്തിന്റെ അഭിവാജ്യം നഷ്ടപ്പെട്ടത്? 1921 ഈ രാജ്യത്തെ വിഭജിക്കാൻ കാരണമായ ഖിലാഫത്ത് മൂവ്മെന്റുമായി ദുരാഷ്ട്രവാദ സിദ്ധാന്തം ഉന്നയിക്കാനിടയായ, ഇന്നത്തെ നമ്മുടെ കാശ്മീർ വിഷയമടക്കമുള്ള മുഴുവൻ പ്രശ്നങ്ങൾക്കും കാരണമായ വിഭജനത്തിന്റെ വിത്ത് വിതയ്ക്കുന്ന ഖിലാഫത്ത് സമരവുമായി മഹാത്മാഗാന്ധി സന്ധി ചെയ്തപ്പോഴാണ് കോൺഗ്രസിലുള്ള വ്യാമോഹം ഡോക്ടർ ജിക്ക് നഷ്ടപ്പെട്ടത്. 1920 കടുത്ത ദേശീയവാദിയായിരുന്ന തിലകൻ ആകസ്മികമായി മരിക്കുന്നു. കോൺഗ്രസ് അനാഥമാകും. കോൺഗ്രസിൽ ദേശീയവാദികളായ
വ്യക്തികളുടെ നേതൃത്വം ഉണ്ടാവണം. അതിന് സർവഥാ യോഗ്യൻ അരവിന്ദ ഘോഷാണ്. അദ്ദേഹം അപ്പോൾ പോണ്ടിച്ചേരിയില് ആശ്രമത്തിൽ ഏകാന്തവാസത്തിന് പോയി കഴിഞ്ഞിരുന്നു. ഏത് വിധേനയും അരവിന്ദനെ സ്വാതന്ത്ര്യ പ്രക്ഷോഭത്തിൽ കോൺഗ്രസിന്റെ തലപ്പത്തേക്ക് കൊണ്ടുവരണം എന്ന് കരുതിയിട്ട് ഡോക്ടർ മുൻഷിയുമായി ചേർന്ന ഡോക്ടർ മുൻഷയും ഡോക്ടർ കേശവ ബൽറാം ഹെഡ്ഗേവാറും ആത്മീയ സുഹൃത്തുക്കളായിരുന്നു. പോണ്ടിച്ചേരിയിൽ പോയി അരവിന്ദനെ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് സജീവമാകാൻ, കോൺഗ്രസിന്റെ അമരക്കാരനാകാൻ ക്ഷണിച്ചു. പക്ഷെ അരവിന്ദൻ തയ്യാറായില്ല. ഒരു കാലഘട്ടത്തിലെ സ്വാതന്ത്ര്യ സമരത്തിന്റെ നിയാമക ശക്തിയായി മാറിയ വ്യക്തിയാണ് സംഘസ്ഥാപകനായ ഡോക്ടർ കേശവ ബൽറാം ഹെഡ്ഗേവാർ. 21 കോൺഗ്രസ് ആഹ്വാനം ചെയ്ത നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ പങ്കെടുത്തുകൊണ്ട് ഡോക്ടർ ജി നടത്തിയ പ്രസംഗത്തിന്റെ പേരിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു, ജയിലിലടച്ചു. ഇങ്ങനെ RSSന് അന്ന് അദ്ദേഹം 21 സംഘം തുടങ്ങിയിട്ടില്ല. പക്ഷെ RSS സ്ഥാപകന് RSS തുടങ്ങിയതിനു ശേഷം സ്വാതന്ത്ര്യ സമരത്തിൽ RSSന്റെ പങ്ക് എന്താണെന്ന് നമുക്ക് നോക്കാം. സ്വാതന്ത്ര്യ സമരത്തിന്റെ നിർണായകമായ ഘട്ടത്തിൽ ഈ രാജ്യത്തിന് വേണ്ടി പോരാടിയ വ്യക്തിയാണ് സംഘസ്ഥാപകനായ ഡോക്ടർ ജി. ഖിലാഫത്ത് സമരത്തെ ദേശീയ സ്വാതന്ത്ര്യ സമരവുമായി കൂട്ടിക്കെട്ടിയതോടുകൂടിയാണ് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരം അപജയത്തിലേക്ക് കൂപ്പുകുത്തിയത്. ഇത് അപകടകരമായി മാറും എന്ന് മനസ്സിലാക്കിയിട്ടാണ് 1925 സെപ്റ്റംബർ 27 ലോകം സാഗൂതം നോക്കുന്ന ഈ രാഷ്ട്രീയ സ്വയം സേവക സംഘം ജന്മമെടുത്തത്. ചിന്തിച്ചു നോക്കൂ, 21 രാഷ്ട്രവിഭജനത്തിന് കാരണമായ ആ മയപരമായ വ്യതിയാനം സംഭവിക്കുമ്പോൾ RSS എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം തുടങ്ങിയില്ലായിരുന്നെങ്കിൽ ഈ രാജ്യത്തിന്റെ ഭാവി എന്താകുമായിരുന്നു എന്ന് ചിന്തിച്ചു നോക്കൂ. രാഷ്ട്രീയ സ്വയം സേവക സംഘം ഇന്ന് ഭാരതത്തിൽ ഉണ്ടായിരുന്നില്ല എങ്കിൽ ഈ രാജ്യം ഏത് സ്ഥിതിയിൽ എത്തിച്ചേരുമായിരുന്നു എന്നൊന്ന് ചിന്തിച്ചു നോക്കൂ. 1920 താഷ്കണ്ടിൽ ആരംഭിച്ച ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ട്. RSSനേക്കാളും 5 വയസ്സ് മൂത്തതാണ്. 20 താഷ്കണ്ടിലാണ് ആരംഭിച്ചത് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. എന്തിനാണ് ആരംഭിച്ചതെന്ന് അറിയുമോ? കഴിഞ്ഞ ദിവസം MA ബേബി എന്ന് പറയുന്ന ജീവിതകാലം മുഴുവൻ ബേബിയായി തുടരുന്ന ഒരു മനുഷ്യൻ, ജീവിതകാലം മുഴുവൻ അദ്ദേഹം ബേബിയാണ്. MA ബേബി പറഞ്ഞു, കാശ്മീരില് ഭീകരവാദികൾ ഹിന്ദുക്കളുടെ മതം നോക്കി, മുണ്ടുപൊക്കി നോക്കി നിറയൊഴിച്ചു കൊന്നതിന്റെ കാരണം കാശ്മീരിന് പ്രത്യേക പദവി കൊടുക്കുന്ന 307 വകുപ്പ് റദ്ദാക്കിയതാണ്. ബേബി പറഞ്ഞാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? ആ കൊലപാതകം ശരിയാണ്, അത് ന്യായമാണ്. മുസ്ലിം മതമൗലികവാദികളുടെ വികാരം, അതിന്റെ പ്രകടനമാണ് അവിടെ നടന്നത്. ഏതെങ്കിലും കാലത്ത് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഹിന്ദുക്കളുടെ ഒപ്പം നിന്നിട്ടുണ്ടോ? ഇല്ല. എല്ലാ കാലത്തും ഇസ്ലാമിക മതമൗലികവാദികൾക്കൊപ്പം, രാഷ്ട്രവിരുദ്ധർക്കൊപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിൽക്കാൻ എന്താ കാരണം? അതിന്റെ കാരണം 1920 താഷ്കണ്ടിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആരംഭിച്ചത് തന്നെ ഭാരതത്തെ റഷ്യക്ക് വേണ്ടി പിടിച്ചെടുക്കാനായിരുന്നു. അതിനാരെയാണ് കൂട്ടുപിടിച്ചതെന്നറിയാവോ? ഈ ഭാരതത്തിൽ നിന്നും ഹിജറ ചെയ്ത മുസ്ലിം മതമൗലികവാദികളെ. എന്താ ഹിജറ ചെയ്യുക എന്ന് പറഞ്ഞാൽ? പലായനം ചെയ്യുക, ഇവിടുന്ന് ഓടിപ്പോയി. എന്തിനാ ഓടിപ്പോയത്? ഈ ഭാരതം എന്ന് പറയുന്നത് ദാറുൽ ഹറാമാണ്, അവിശുദ്ധമായ നാടാണ് ഇത്. എന്താണ് ഇത്? ദാറുൽ ഇസ്ലാം അല്ലാത്തിടത്തോളം കാലം, അതായത് ശരിയ നിയമം അനുസരിച്ച് ഇവിടെ ഭരണം നടക്കാത്തിടത്തോളം കാലം ഇവിടെ മുസ്ലിങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല. ഇത് അവിശുദ്ധമായ നാടാണ്. അതുകൊണ്ട് ഞങ്ങൾ ദാറുൽ ഇസ്ലാം ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. ഇത് ദാറുൽ ഹറാം ആയതുകൊണ്ട് ഇവിടുന്ന് പോയി ഒരു പറ്റം മുസ്ലിം മതമൗലികവാദികൾ MN റോയിയുടെ നേതൃത്വത്തിൽ റഷ്യയില് ഇങ്ങനെ ഓടിപ്പോയി അഫ്ഗാനിസ്ഥാനിൽ, അന്ന് മുസ്ലിം ഭൂരിപക്ഷ, അന്ന് ഇന്നൊക്കെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ്, അവിടെ അഭയം തേടിയ ഈ മുസ്ലിങ്ങളെ അവിടുന്ന് ആ രാജ്യം പുറത്താക്കി. കാരണം കടുത്ത മതമൗലികവാദികളാണ്.
അവർ റഷ്യയുടെ മണ്ണിലേക്ക് ചേക്കേറി. കാരണം അഫ്ഗാനിസ്ഥാനും റഷ്യയും അടുത്തടുത്ത് കിടക്കുന്ന പ്രദേശമാണ്. ഈ മതമൗലികവാദികളെ കൂട്ടിയിട്ടാണ് സുഹൃത്തുക്കളെ ഈ ബേബി സഖാവിന്റെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായത്. അതിന്റെ രക്തത്തിൽ കിടക്കുന്ന മതമൗലികവാദമാണ് ഈ കഴിഞ്ഞ ദിവസം കാശ്മീരിൽ പാവപ്പെട്ട ഹിന്ദുവിന്റെ നെഞ്ചിലേക്ക് നിറയൊഴിച്ചപ്പോൾ അത് 370 ബോംബ് റദ്ദാക്കിയതിന്റെ വികാരപ്രകടനമാണെന്ന് പറയാൻ ഉളുപ്പില്ലാത്ത ഒരു മലയാളി, നാണം തോന്നും മലയാളിയാണെന്ന് പറയാൻ. ഇന്ന് മലയാളിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഉത്തര ഭാരതത്തിൽ ചെന്നാൽ ഒരു റൂം പോലും വാടകയ്ക്ക് കിട്ടാത്ത അവസ്ഥ ഉണ്ടാക്കിയത് ഈ പ്രസ്ഥാനങ്ങളാണ്. ഇതുപോലെയുള്ള വർഗീയതയെ പ്രീണിപ്പിക്കുന്ന, ഭീകരവാദത്തെ പ്രീണിപ്പിക്കുന്ന ഈ പ്രസ്ഥാനങ്ങളാണ്. അപ്പോ ഈ രാജ്യത്തെ വെട്ടിമുറിക്കാൻ വേണ്ടി ഏതെല്ലാം ശക്തികൾ പരിശ്രമിച്ചു. 25-ൽ രാഷ്ട്രീയ സ്വയം സേവക സംഘമെന്ന തീവ്ര ദേശീയ ബോധമുള്ള ജനതയെ സൃഷ്ടിക്കുന്ന, ആത്മാഭിമാനമുള്ള ജനതയെ സൃഷ്ടിക്കുന്ന, സംസ്കാരബോധമുള്ള ജനതയെ സൃഷ്ടിക്കുന്ന, സനാതന ധർമ്മത്തിനോടൊപ്പം നിൽക്കുന്ന ജനതയെ സൃഷ്ടിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രത്തിന് വേരോട്ടം ഉണ്ടായില്ലായിരുന്നെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ എന്താകുമായിരുന്നു? ഇനി പലപ്പോഴും നമ്മുടെ ഈ സംഘ സ്വയം സേവകർക്ക് പോലും അറിയാത്തതാണോ എനിക്കറിയില്ല, പലപ്പോഴും ചാനൽ ചർച്ചയിൽ പോലും കൃത്യമായ മറുപടി കൊടുക്കാത്ത ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കുകയാണ്. RSS എന്ന് പറയുന്നത് ഒരു സാമൂഹ്യ പരിവർത്തനത്തിന് വേണ്ടി ഒരു രാഷ്ട്രത്തിന്റെ ദേശീയതയെ ഊട്ടിയുറപ്പിക്കാൻ വേണ്ടി ഉണ്ടായ പ്രസ്ഥാനത്തിന് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ളവർ അപഹസിക്കുമ്പോൾ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിലെ പ്രതിജ്ഞ ചെയ്യുന്ന സ്വയം സേവകർ, പ്രതിജ്ഞ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്, ചെയ്തിട്ടുള്ളവരുണ്ടാവും, എല്ലാവരും ചെയ്യണമെന്നില്ല, അതൊരു പ്രത്യേക ഘട്ടത്തിലാണ് ഈ പ്രതിജ്ഞ ചെയ്യുക. അതിനിപ്പോൾ നമ്മൾ പ്രതിജ്ഞ സ്വയം സേവകർ എന്ന് പറയും. പണ്ട് ഡോക്ടർജിയുടെ കാലത്ത് ഈ പ്രതിജ്ഞയുണ്ട്, അതായത് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുന്നുള്ള സംഘത്തിലെ പ്രതിജ്ഞ. ആ പ്രതിജ്ഞയിൽ എന്തിനാണ് സംഘം തുടങ്ങിയെന്ന് പറയുന്നുണ്ട്. അതിങ്ങനെയാണ് പറയുന്നത്, ഭഗവത്വത്തിന് മുന്നിൽ വെച്ചാണ് ഈ പ്രതിജ്ഞ ചെയ്യുന്നത്. രാഷ്ട്രത്തിന്റെ സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ ഞാൻ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ ഭാഗമായി തീരുന്നു എന്നാണ് ആ പ്രതിജ്ഞയുടെ ആദ്യം പറയുന്നത്. രാഷ്ട്രത്തിന്റെ സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ. ഇപ്പൊ രാഷ്ട്രീയ സ്വയം സേവക സംഘം ഉണ്ടായത് തന്നെ ഈ രാഷ്ട്രത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ്. ബ്രിട്ടീഷ് രഹസ്യാന്വേഷണ വകുപ്പ് ഈ സംഘത്തിന്റെ പ്രതിജ്ഞ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ചിത്തരഞ്ജന്റെ RSS ഫ്രീഡം മൂവ്മെന്റ് പേജ് 8 ഈ പുസ്തകത്തിൽ ഇത് കൃത്യമായി പറയുന്നുണ്ട്. അക്കാലത്തെ സംഘപ്രതിജ്ഞയെ കുറിച്ച്. ഇന്നത്തെ സംഘപ്രതിജ്ഞയിൽ അതില്ല. ഇന്ന് സ്വയം സേവകർ ചൊല്ലുന്ന പ്രതിജ്ഞ, അന്നത്തെ പ്രതിജ്ഞയും അതിന്റെ കണ്ടന്റ് സമാനമാണെങ്കിലും ഈ വാക്കുകൾ വ്യത്യാസമുണ്ട്. കാരണം 47-ൽ രാഷ്ട്രീയ സ്വാതന്ത്ര്യം കിട്ടിയതുകൊണ്ട് സ്വാതന്ത്ര്യത്തിന് വേണ്ടി എന്നുള്ള വാക്ക് ഇന്ന് ഇല്ല. അപ്പം RSS എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം തുടങ്ങിയത് തന്നെ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ്. മറ്റുള്ളവർ പറയുന്ന പോലെ രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മാത്രമല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സ്വാതന്ത്ര്യ സമരം അവസാനിച്ചിട്ടില്ല. രാഷ്ട്രീയ സ്വയം സേവക സംഘത്തെ സംബന്ധിച്ചിടത്തോളം സ്വാതന്ത്ര്യം നേടുക എന്നാൽ ഒരു ജനതയുടെ ആത്മാവിഷ്കാരത്തിന്റെ സ്വാതന്ത്ര്യമാണ്. അതിനാണ് നമ്മൾ പരമവൈഭവം എന്നൊക്കെ പറയുന്നത്. രാഷ്ട്രത്തിന്റെ പരമവൈഭവം. സംഘത്തിന്റെ ശാഖയിൽ പോയിട്ടുള്ളവർക്കറിയാം, നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പ്രാർത്ഥന ചൊല്ലുമ്പോൾ പരം വൈഭവം നേടുമേധസ്വരാഷ്ട്രം. RSSന്റെ ലക്ഷ്യം എന്താണ് എന്ന് ചോദിച്ചാൽ പരമവൈഭവം നേടലാണ് രാഷ്ട്രത്തിന്റെ. രാഷ്ട്രത്തിന്റെ പരമവൈഭവം നേടുക എന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് ഭാരതീയന് ദേശീയബോധം അവന്റെ നാഡീ ഞരമ്പുകളില് ആർത്തലച്ചൊഴുകുന്ന ദേശീയബോധത്തിന്റെ ആവിഷ്കാരത്തിന് തടസ്സമില്ലാത്ത കാലം വരുമ്പോഴാണ് പരമവൈഭവം ഉണ്ടാവുക. അതാണ് ഒരു നാടിന്റെ ആത്യന്തികമായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ബ്രിട്ടീഷുകാരൻ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ് അന്നത്തെ സംഘത്തിന്റെ പ്രതിജ്ഞ. ഹിന്ദു രാഷ്ട്രത്തിന് സ്വാതന്ത്ര്യം ലഭിക്കാനും ഹിന്ദു വിശ്വാസങ്ങളെയും സമാജത്തെയും സംസ്കാരത്തെയും സംരക്ഷിക്കുവാനുമായി ഞാൻ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൽ യഥാവിധി പ്രതിജ്ഞ ചെയ്ത് അംഗമാകുന്നു. അന്നേ ബ്രിട്ടീഷ് രഹസ്യ അന്വേഷണ വിഭാഗം RSSന്റെ പിന്നാലെ ഉണ്ടായിരുന്നു. ഇനി ധീര വിപ്ലവകാരികൾ, രാജ്യം ഇന്ന് കൊണ്ടാടുന്ന പല ധീര ബലിദാനികളും
അവർ സ്വയം സേവകരായിരുന്നു. 1926-27 കാലഘട്ടത്തിൽ നാഗപ്പൂരിൽ സംഘം തുടങ്ങിക്കഴിഞ്ഞ ശേഷം നാഗപ്പൂരിലെ ഭോസ്ലെ വേദപാഠശാലയിലെ വിദ്യാർത്ഥിയായിരുന്നു പ്രസിദ്ധ വിപ്ലവകാരിയായി മാറിയ രാജ്ഗുരു. ഭഗത് സിംഗിന്റെയും അതുപോലെ ഭഗത് സിംഗിനോടൊപ്പം തൂക്കിലേറിയ വിപ്ലവകാരിയാണ് രാജ്ഗുരു. ഈ രാജ്ഗുരു സ്വയം സേവകനായിരുന്നു എന്ന് എത്ര പേർക്കറിയാം? ഭഗത് സിംഗിനോടൊപ്പം തൂക്കിലേറിയ രാജഗുരു കറകളഞ്ഞ സ്വയം സേവകനായിരുന്നു. ലാലാ ലജ്പത് റായിയുടെ കൊലപാതകത്തിലെ പ്രതിഷേധിച്ചുകൊണ്ട് 1928 ഡിസംബറിൽ പോലീസ് മേധാവിയായിരുന്ന സാൻഡേഴ്സിനെ ബോംബെറിഞ്ഞു വന്ന കേസിൽ തൂക്കുമരത്തിലേക്ക് നടന്നുപോയ രാജഗുരു നാഗപ്പൂരിലെ വേദപാഠശാലയിൽ വെച്ച് സ്വയം സേവകനായി മാറിയ ആളാണ്. അദ്ദേഹം ലാഹോറിൽ നിന്ന് ഒളിവിൽ താമസിക്കാൻ വേണ്ടിയിട്ട് ഭാരതത്തിന്റെ ഹൃദയഭൂമിയിലേക്ക് നാഗപ്പൂരിലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തെ ഒളിവിൽ പാർപ്പിച്ചത് സംഘസ്ഥാപകനായ ഡോക്ടർ കേശവ ബൽറാം ഹെഡ്ഗേവാർ ആണ്. ഭയ്യാജി ദാണി പിന്നീട് സംഘത്തിന്റെ പ്രചാരകാണ് അദ്ദേഹം. ആ പ്രചാരക ആയിരുന്ന ഭയ്യാജി ദാണി അദ്ദേഹത്തിന് സ്വന്തമായി ഉണ്ടായിരുന്ന ഫാം ഹൗസിൽ രാജ്ഗുരുവിനെ ഒളിവിൽ പാർപ്പിച്ചത് ഡോക്ടർ കേശവ ബൽറാം ഹെഡ്ഗേവാറിന്റെ നിർദ്ദേശമനുസരിച്ചാണ്. ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ RSS എന്താ പങ്ക്, ഈ രാജ്യത്തിന്റെ സാമൂഹ്യ പരിവർത്തനത്തിൽ RSS എന്താ പങ്ക് എന്ന് ചോദിക്കുന്ന, റഷ്യക്കാരന് വേണ്ടിയും പിന്നീട് ചൈനക്കാർക്ക് വേണ്ടിയും ഒക്കെ വിടുപണി ചെയ്യുന്ന, ജമ്മു കാശ്മീർ പാകിസ്ഥാന് തീരെഴുതി കൊടുക്കേണ്ട കാലം കഴിഞ്ഞുപോയി എന്ന് പറയുന്ന ബേബിമാരുള്ള ഇത്തരം പ്രസ്ഥാനങ്ങളോട് ഈ ചരിത്രമൊന്നും ഉദ്ധരിച്ചിട്ട് കാര്യമില്ല എന്നറിയാം. 1929 കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിക്കുന്നത്. കോൺഗ്രസ് ഒരിക്കലും അതിന്റെ ആരംഭകാലത്തൊന്നും ഭാരതത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം വേണമെന്ന് പറഞ്ഞില്ല. ബ്രിട്ടീഷുകാരുമായിട്ട് ഒത്തുപോകാം, ഒരു പുത്രികാ പദവിയൊക്കെ തന്നാ മതി, ഇടയ്ക്കിടയ്ക്ക് മീറ്റിംഗ് കൂടി ചായ കുടിച്ച് പിരിയുന്ന പരിപാടിയേ ഉണ്ടായിരുന്നുള്ളൂ. ബാലഗംഗാധര തിലകൻ വന്നതിന് ശേഷമാണ് ഫ്രീഡം ഈസ് മൈ ബർത്ത് റൈറ്റ്, സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും. ഒരു കൈയിൽ ഭഗവത്ഗീതയും മറുകൈയിൽ പടവാളുമായി ഗണേശോത്സവങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട്, ശിവജി ജയന്തി സംഘടിപ്പിച്ചുകൊണ്ട്, ഈ രാജ്യത്തിന്റെ സാംസ്കാരികമായ ആത്മാവിനെ തട്ടി ഉണർത്തുന്ന ആഘോഷങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് കടുത്ത ദേശീയവാദത്തിന്റെ സന്ദേശവുമായിട്ട് മുന്നോട്ട് വരുന്ന തിലകന്റെ അകാലത്തിലുള്ള ആ മരണമാണ് സത്യത്തിൽ കോൺഗ്രസിനെ പിന്നീട് വഴിതെറ്റിച്ചത്. അതുപോട്ടെ. അപ്പോ അത്തരം ദേശീയ ബോധത്തിന്റെ ഒരു തരിയെങ്കിലും പ്രദർശിപ്പിച്ച സമയത്ത് പിന്നീട് കോൺഗ്രസിന് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിക്കേണ്ടി വന്നു 1929. അന്ന് സംഘത്തിന്റെ ശാഖകൾ നാമമാത്രമാണ്. പക്ഷേ ഡോക്ടർ ജി അന്ന് ജീവിച്ചിരിക്കുന്ന കാലമാണ്. അദ്ദേഹം ശാഖകൾക്ക് നിർദ്ദേശം കൊടുത്തു, പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചിരിക്കുന്നു കോൺഗ്രസ്, അതുകൊണ്ട് അതിനെ അഭിനന്ദിച്ചുകൊണ്ട് നമ്മൾ പരേഡുകൾ സംഘടിപ്പിക്കണം, ദേശഭക്തി ഗാനങ്ങൾ പാടിക്കൊണ്ട് തെരുവിൽ നമ്മൾ പരേഡുകൾ സംഘടിപ്പിക്കണം എന്ന് ഡോക്ടർ ജി ശാഖകൾക്ക് നിർദ്ദേശം കൊടുത്തു. 1930 ഉപ്പു സത്യാഗ്രഹത്തിന്റെ ഭാഗമായിട്ട് നിയമലംഘനങ്ങൾ നടക്കുന്ന സമയത്ത് മധ്യഭാരതത്തിൽ കടലില്ലാത്തത് കൊണ്ട് ഡോക്ടർ കേശവ ബൽറാം ഹെഡ്ഗേവാറിന്റെ നേതൃത്വത്തില് 10,000-ഓളം വരുന്ന സംഘപ്രവർത്തകർ നിയമം ലംഘിക്കാൻ തീരുമാനിച്ചു. കാട്ടിൽ കയറി, അന്ന് കാട് സർക്കാരിന്റെ സ്വത്താണല്ലോ, കാട്ടിൽ കയറി പുല്ലരിഞ്ഞുകൊണ്ട് ഉപ്പു സത്യാഗ്രഹത്തിന് സമാനമായ പ്രക്ഷോഭം നടത്തി അറസ്റ്റ് വരിച്ചു. ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ RSSന് എന്താണ് പങ്ക്? രാഷ്ട്രീയ സ്വയം സേവക സംഘത്തെ ഇത്തരം പ്രക്ഷോഭങ്ങളിലൊന്നും ഇടപെടിച്ചില്ല. പക്ഷെ ഡോക്ടർ ജി എന്ത് ചെയ്തു? സ്വയം സേവകരോട് പങ്കെടുക്കാൻ പറഞ്ഞു. ഇന്നും രാഷ്ട്രീയ സ്വയം സേവക സംഘം ഒരു പ്രക്ഷോഭത്തിലും പങ്കെടുക്കാറില്ല. നിലയ്ക്കൽ പ്രക്ഷോഭം നയിച്ചത് കർമ്മസമിതിയാണ്. ഇനി നമ്മുടെ സമൂഹത്തിൽ ഇവിടെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഒരു പ്രശ്നമുണ്ടായി, ഹിന്ദുവിന്റെ പ്രശ്നമാണോ? അപ്പൊ ഇവിടെ ഒരു സമിതി ഉണ്ടാക്കും, സംഘത്തിന്റെ പിന്തുണയുണ്ടാകും, സ്വയം സേവകർ നിൽക്കും. സംഘത്തിന്റെ ചരിത്രത്തിൽ നാളിതുവരെ സംഘം ഒരു പ്രക്ഷോഭത്തിലും നേരിട്ട് പങ്കെടുത്തിട്ടില്ല. കാരണം അത് വ്യക്തി നിർമ്മാണം നടത്തുക എന്ന് പറയുന്ന ഒരു തപസ് നടത്തുന്ന സംഘടനയാണ്. ആ വ്യക്തി നിർമ്മാണത്തിൽ നിന്നും പുറത്തു വരുന്ന ഉൽപ്പന്നങ്ങൾ, കറകളഞ്ഞ വ്യക്തിത്വങ്ങൾ, അവര് ഈ സമൂഹത്തിന് എന്ത് വേണം അതനുസരിച്ച് പ്രവർത്തിക്കും.
അങ്ങനെയാണ് നമുക്ക് നരേന്ദ്രമോദി ഉണ്ടായത്. അങ്ങനെയാണ് ഈ രാജ്യത്ത് നിരവധി മുഖ്യമന്ത്രിമാരും MLA-മാരും MP-മാരും ഗവർണർമാരും രാഷ്ട്രീയ രംഗത്ത് എല്ലാവരും പ്രത്യേകം പെട്ടെന്ന് കാണുന്നതായതുകൊണ്ടാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സന്നദ്ധ സേവന പ്രവർത്തനങ്ങൾ നടത്തുന്ന സംഘടന, തൊഴിലാളി സംഘടന, വിദ്യാർത്ഥി സംഘടന, ലോകത്തിലെ നമ്പർ 1 നിരവധി സംഘടനകൾ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൽ നിന്ന് പ്രേരണ ഉൾക്കൊണ്ടുകൊണ്ട് ആരംഭിച്ചതാണ്. ഉപ്പ് സത്യാഗ്രഹത്തിൽ വ്യക്തിപരമായി സ്വയം സേവകരോട് അറസ്റ്റ് വരിക്കാൻ പറഞ്ഞു. ലോഹാറ എന്ന് പറയുന്ന കാട്ടിൽ പ്രവേശിച്ചുകൊണ്ട് പുല്ലരിഞ്ഞ് നിയമലംഘനം നടത്തിയ ഡോക്ടർ ജി അന്ന് സർസംഘചാലകായിട്ട് മറ്റൊരാളെ നിശ്ചയിച്ചിട്ടാണ് ഈ സമരത്തിന് അദ്ദേഹം പോകുന്നത്. 1932 വിപ്ലവകാരികള് ബ്രിട്ടീഷ് ഖജന്നാവ് കൊള്ളയടിച്ചു. അങ്ങനെ കൊള്ളയടിക്കുന്ന അതിന് ബാലാഘട്ട് സംഭവം എന്നാണ് പറയുന്നത്. ഇതിൽ പ്രമുഖ വിപ്ലവകാരിയായിരുന്ന ജതീന്ദ്രനാഥ് ബലിദാനിയായി. ഈ സംഭവത്തില് അറസ്റ്റ് ചെയ്യപ്പെട്ടവരില് ബാലാജി ഹുദ്ദാർ എന്ന് പറയുന്ന ഒരു വിപ്ലവകാരി ഉണ്ടായിരുന്നു. അദ്ദേഹം രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ സർക്കാരിയായിരുന്നു. ഈ രാജ്യത്തിന്റെ വിപ്ലവ വഴിത്താരയിൽ, സ്വാതന്ത്ര്യത്തിന്റെ വിപ്ലവ വഴിത്താരയിൽ സംഘത്തിന്റെ സ്വാധീനം എന്തായിരുന്നു, സാന്നിധ്യം എന്തായിരുന്നു എന്ന് തെളിയിക്കുകയാണ്. ഈ അടുത്ത കാലത്താണ് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഒരു കരിനിയമം എടുത്തു കളഞ്ഞത്. എന്തായിരുന്നു അത്? RSSൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ പ്രവർത്തിക്കാൻ പാടില്ല. ഇതാരുണ്ടാക്കിയ നിയമമെന്നറിയോ? ബ്രിട്ടീഷുകാരുണ്ടാക്കിയ നിയമമാണ്. സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും കാലമായിട്ട് ഈ നിയമം എടുത്തു കളഞ്ഞിരുന്നില്ല. എന്താ കാരണം? RSS ബ്രിട്ടന് എതിരാണ്. ഇവിടെ പലരും പറയാറുണ്ടല്ലോ RSS ബ്രിട്ടീഷുകാരുടെ പാദസേവകരാണ്. സവർക്കറുടെ പേരും അതിനോടൊപ്പം ചേർത്ത് പറയും. സവർക്കറുടെ പേരുച്ചരിക്കാൻ ഇവർക്ക് എന്ത് അവകാശമാണുള്ളത്? 2 ജീവപര്യന്തം ശിക്ഷ ഏറ്റുവാങ്ങി 50 വർഷം, ഇവിടുത്തെ 14 വർഷമല്ല 50 വർഷം, 25 50 വർഷം 2 ജീവപര്യന്തം ശിക്ഷ ഏറ്റുവാങ്ങി ആൻഡമാനിലെ കാലാപ്പാനി നിക്കോബാർ ജയിലുകളില് അടച്ച സവർക്കർ വാഴക്കുല പൊട്ടിച്ച കേസിലല്ല പോയത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഖജന്നാവ് കുത്തി തുറന്ന കേസിലല്ല പോയത്, സവർക്കറുടെ മകൾക്ക് പണം ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിച്ച കേസിലല്ല അകത്ത് പോയത്. ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടത്തിയ പോരാട്ടത്തിലാണ്. അദ്ദേഹം മാപ്പെഴുതി കൊടുത്തു പോലും. ശരിയാണ്, അദ്ദേഹം ഒരു തവണയല്ല നിരവധി തവണ മാപ്പെഴുതി കൊടുത്തിട്ടുണ്ട്. എന്തിനാണ്? ഈ പറയുന്ന നിയമം അനുസരിച്ചാണ് അദ്ദേഹത്തെ കപ്പലിൽ കൊണ്ടുപോകുന്ന സമയത്ത് അദ്ദേഹം കപ്പലിന്റെ ആ ഡെക്കിൽ നിന്നും ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. അതും തെറ്റാണ്. അദ്ദേഹം പറഞ്ഞത്, ഈ ജയിലിൽ കിടന്ന് നരകിച്ച് മരിക്കേണ്ടവനല്ല ഞാൻ, എന്റെ ജനങ്ങളുടെ ഒപ്പം നിന്ന് പോരാടി മരിക്കേണ്ടവനാണ്. പോരാടി മരിക്കേണ്ടവൻ ഏതു വിധേനയും പുറത്തു വരണം. പോരാടി മരിക്കാൻ തീരുമാനിച്ചവൻ 10 വർഷം അദ്ദേഹത്തെ ആൻഡമാൻ നിക്കോബാർ ജയിലിൽ ആക്കുകയും പിന്നീട് വൻകരയിലേക്ക് കൊണ്ടുവന്ന് 3 വർഷം ആക്കുകയും പിന്നെ വീട്ടുതടങ്കലിലാക്കുകയും എല്ലാം ചെയ്യുമ്പോൾ, വീട്ടുതടങ്കലിലാക്കുമ്പോൾ പോലും പോലീസിന്റെ ബ്രിട്ടീഷ് രഹസ്യാന്വേഷണ വിഭാഗം അദ്ദേഹത്തെ പിന്തുടർന്നിരുന്നു. കാരണം സവർക്കർ ആരാണ് എന്താണ് എന്ന് കമ്മ്യൂണിസ്റ്റുകാർക്ക് അറിയില്ലെങ്കിലും ബ്രിട്ടീഷുകാർക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. 932 ഡിസംബറില് മധ്യപ്രദേശിലെ ഗവർണർ സർക്കാർ ഉദ്യോഗസ്ഥർ RSSൽ പ്രവർത്തിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. പല സംസ്ഥാനങ്ങളിലും അങ്ങനെയായിരുന്നു. കാരണം സ്റ്റേറ്റിനെതിരാണ്. അന്നത്തെ സ്റ്റേറ്റ് ആരാണ്? ബ്രിട്ടീഷുകാരാണ്. അന്നത്തെ സ്റ്റേറ്റ്. വിദേശ വസ്തു ബഹിഷ്കരണത്തില്, സ്വദേശി പ്രസ്ഥാനത്തില് രാഷ്ട്രീയ സ്വയം സേവക സംഘം സജീവമായിരുന്നു. ഇതൊക്കെയാണ് സഖാവേ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത്. ഈ സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ സ്വയം സേവകരുണ്ടായിരുന്നു. 1-ാം ലോകമഹായുദ്ധം നടക്കുന്ന സമയത്ത് ബ്രിട്ടനെ സമ്മർദ്ദത്തിലാക്കി സ്വാതന്ത്ര്യം മേടിക്കുവാൻ വേണ്ടിയിട്ട് ക്രാന്തികൾ ഉണ്ടാക്കി. അതിൽ സംഘസ്ഥാപകൻ ഉണ്ടായിരുന്നു, കേശവ് ബൽറാം ഹെഡ്ഗേവാർ ഉണ്ടായിരുന്നു. 150ഓളം വിപ്ലവകാരികൾ ചേർന്ന് ക്രാന്തികൾ ഉണ്ടാക്കി ബ്രിട്ടനെ സമ്മർദ്ദത്തിലാക്കാനുള്ള തന്ത്രങ്ങൾ പയറ്റുമ്പോൾ അതിൽ സംഘസ്ഥാപകൻ ഉണ്ടായിരുന്നു. ഇത് സ്വാതന്ത്ര്യ സമരമാണെങ്കിൽ ഈ സ്വാതന്ത്ര്യ സമരത്തിൽ RSSന് പങ്കുണ്ട്. ഇത് സാമൂഹ്യ പരിവർത്തനത്തിനുള്ള പോരാട്ടമാണെങ്കിൽ അതിൽ RSSന് പങ്കുണ്ട്.
ഇതുകൊണ്ടൊക്കെയാണ് സുഹൃത്തുക്കളെ 1934 ഡിസംബർ 5 സാക്ഷാൽ മഹാത്മാഗാന്ധി RSSന്റെ വാർത്തയിലുള്ള ശിബിരം സന്ദർശിച്ചു. അതിൽ അദ്ദേഹം സമയം ചെലവഴിച്ചു. അതിൽ അദ്ദേഹത്തിന് ഒരു കാര്യം ബോധ്യമായി. ഇവിടെ പലരും പറഞ്ഞു പ്രസംഗിക്കാൻ എളുപ്പമാണ്, പ്രവർത്തിക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞു. ശരിയാണ്. ജാതി ഇല്ലാതെയാക്കാൻ വേണ്ടി പ്രസംഗിക്കുന്നവരുടെ ഉള്ളിൽ കടുത്ത ജാതീയതയാണ്. രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ ശാഖയിൽ വരുന്നവർക്ക് ജാതി വേർതിരിവ് കാണാൻ പറ്റില്ല. വാർത്താ ശിബിരത്തിൽ വന്ന ഗാന്ധിജി പിന്നോക്കക്കാരെ ഹരിജനങ്ങൾ എന്ന് വിളിച്ചുകൊണ്ട് ജാതീയത ഇല്ലാതാക്കാൻ ശ്രമിച്ച ഗാന്ധിജി ഇതിൽ എത്ര ഹരിജനങ്ങളുണ്ട് എന്ന് ചോദിച്ചപ്പോൾ അവിടെ ഹരിജനങ്ങളില്ല. ഗാന്ധിജി വിളിക്കുന്ന അർത്ഥത്തിലുള്ള ഹരിജനങ്ങൾ അവിടെ ഉണ്ട്, പക്ഷേ അവർ ഹരിജനമായിട്ടല്ല, അവർ ഹിന്ദുവായിട്ടാണ് അറിയപ്പെടുന്നത്. ദളിതനെയും ഹരിജനെയും പിന്നോക്കക്കാരനെയും ഹിന്ദു മേലുല്ലാസത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഈ 100 വർഷം കൊണ്ട് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന് സാധിച്ചു. ഇത്തരം രാജ്യ സ്നേഹപരമായ പ്രവർത്തനങ്ങൾ നടത്തിയതുകൊണ്ടാണ് 1940 ഡോക്ടർ കേശവ ബൽറാം ഹെഡ്ഗേവാർ മരണാസന്നനായി കിടക്കുന്ന സമയത്ത് ഈ രാജ്യത്തിന്റെ വിപ്ലവങ്ങളുടെ നെടുനായകത്വം വഹിച്ച സുഭാഷ് ചന്ദ്രബോസ് നാഗപ്പൂരിൽ അദ്ദേഹത്തെ കാണാനെത്തി. പിറ്റേ ദിവസം ഡോക്ടർജി സമാധിയായി. എന്തുകൊണ്ടാണ് സുഭാഷ് ചന്ദ്രബോസ് ഡോക്ടർ കേശവ ബൽറാം ഹെഡ്ഗേവാറിനെ കാണാൻ പോയത്? ഈ രാജ്യത്തിന്റെ ആത്യന്തിക സ്വാതന്ത്ര്യത്തിന് വേണ്ടി അഹോരാത്രം പണിയെടുത്ത ഒരു മനുഷ്യനെ കാണാൻ വേണ്ടിയിട്ടാണ് സുഭാഷ് ചന്ദ്രബോസ് പോയത്. 1940 ഡോക്ടർജി മരിച്ച് അധികം ദിവസം കഴിയുന്നതിന് മുന്നേ ആഗസ്റ്റ് 5 ഭാരതത്തിന്റെ സുരക്ഷാ നിയമത്തിലെ അന്നത്തെ 56ഉം 58ഉം വകുപ്പ് അനുസരിച്ച് സംഘത്തെ ഒരർത്ഥത്തിൽ സംഘത്തിന്റെ ശാഖയെ നിരോധിച്ചു. ഗണവേഷം യൂണിഫോം ഉപയോഗിച്ചുള്ള മാസ്റ്ററിൽ നിരോധിച്ചു. RSSന്റെ ശക്തി എന്ന് പറയുന്ന ഈ മാസ്റ്ററിലാണ്, ഈ ശാഖയാണ്. അതിനെ 40 ആഗസ്റ്റ് 5 ബ്രിട്ടീഷുകാരാണ് ആദ്യം നിരോധിക്കുന്നത്. ബ്രിട്ടീഷുകാർക്ക് പാദസേന ചെയ്യാൻ RSSന് അറിയുമെങ്കിൽ RSSനെ ബ്രിട്ടീഷുകാർക്ക് നിരോധിക്കേണ്ട കാര്യം വരുമായിരുന്നില്ല. 42 ക്വിറ്റ് ഇന്ത്യ സമരം നടക്കുന്നത്. അതാണ് ഈ കഴിഞ്ഞ ദിവസം ചാനലിൽ ചോദിച്ചത്. 40 ഡോക്ടർജി സമാധിയായി മരിച്ചു. 42 നടന്ന ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ എന്തുകൊണ്ടാണ് സംഘസ്ഥാപകൻ പങ്കെടുക്കാത്തതെന്ന് ഒരു ചർച്ചക്കാരി ചോദിക്കുകയാണ്. അപ്പൊ 42 ക്വിറ്റ് ഇന്ത്യ സമരം നടക്കുന്ന സമയത്ത് അതിലെന്താ സ്വയം സേവകരുടെ പങ്ക്? നിരവധി സ്വയം സേവകരെ ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. വിദർഭയിലെ അഷ്ടിച്ചിമൂർ എന്ന് പറയുന്ന പ്രദേശത്ത് ബ്രിട്ടനെ വെല്ലുവിളിച്ചുകൊണ്ട് അഷ്ടിച്ചിമൂരിൽ സമാന്തര ഭരണവ്യവസ്ഥ ഉണ്ടാക്കി സ്വയം സേവകർ. അതിനെതിരെ വലിയ സൈനിക നടപടി ഉണ്ടായി. നിരവധി പേര് മരിച്ചു. 1 ഡസനിലധികം സ്വയം സേവകർ ഈ അഷ്ടിച്ചിമൂറിൽ ബലിദാനികളായി. അത് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തുകൊണ്ടാണ്. അതായത് ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ അഷ്ടിച്ചിമൂർ എന്ന് പറയുന്ന സംഭവത്തിൽ മാത്രം 1 ഡസനിലധികം സ്വയം സേവകരെ ബലിദാനികളായിട്ടുണ്ട്. മഹാരാഷ്ട്രയിലെ ചന്ദ ജില്ലയിലെ ചിമൂർ ഗ്രാമത്തിൽ അന്നത്തെ ബ്രിട്ടീഷുകാരുടെ ശിപ്പായികളും ബ്രിട്ടീഷ് പട്ടാളവും ചേർന്ന് ബലമായി നികുതി പിരിച്ചപ്പോൾ അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് സംഘപ്രവർത്തകർ സ്വയം സേവകർ ജനങ്ങളോടൊപ്പം വലിയൊരു മുന്നേറ്റം നടത്തി. അഷ്ടി ഗ്രാമത്തിൽ, ഈ ചിമൂർ ഗ്രാമത്തിലും അഷ്ടി ഗ്രാമത്തിലും നടന്ന ഈ വിപ്ലവങ്ങളാണ് അഷ്ടിച്ചിമൂർ എന്നാണ് പിന്നീട് അറിയപ്പെടുന്നത്. അഷ്ടിച്ചിമൂർ പ്രക്ഷോഭം വലിയ കലാപമായി. അതില് ബ്രിട്ടീഷുകാരതിനെ അടിച്ചമർത്തി. അതില് 14 പേർക്ക് വധശിക്ഷ വിധിച്ചു. ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിലായിരുന്നു അത്. പിന്നീട് അത് ജീവപര്യന്തമാക്കിയെങ്കിലും, ആ ശിക്ഷ ജീവപര്യന്തമാക്കിയെങ്കിലും ഇങ്ങനെ എത്രയെത്ര പ്രക്ഷോഭങ്ങൾ. ക്വിറ്റ് ഇന്ത്യ സമരത്തില് RSSന്റെ പങ്കിനെ കുറിച്ച് ബ്രിട്ടീഷ് രഹസ്യാന്വേഷണ രേഖകൾ, ആ രേഖകൾ ദില്ലിയിലെ നാഷണൽ ആർക്കൈവ്സിലുണ്ട്. വെറുതെ ഇവിടുന്ന് വിമാനം പിടിച്ച് ദില്ലിക്ക് പോകുന്ന ഈ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും ഒക്കെ ദില്ലി ആർക്കൈവ്സിൽ, നാഷണൽ ആർക്കൈവ്സിൽ ഒന്ന് പോയി പരതിയാൽ ഈ രേഖകളൊക്കെ കിട്ടും. ഫയല് പേജ് 20, ആ പേജ് 20 സംഘത്തെ സംബന്ധിക്കുന്ന, ഈ ക്വിറ്റ് ഇന്ത്യ സമരത്തെ സംബന്ധിക്കുന്ന RSSന്റെ പങ്കിനെ കുറിച്ച് പറയുന്ന ഫയലിലെ പേജ് 20 ദില്ലിയിലെ നാഷണൽ ആർക്കൈവ്സിലുണ്ട്.
RSSന് നിശബ്ദമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ പ്രസ്ഥാനം നമ്മൾ ഈ അവകാശവാദങ്ങളൊന്നും ഉന്നയിക്കാറില്ല. ഒരു സ്വയം സേവന സ്വാതന്ത്ര്യ സമര പെൻഷൻ വേണമെന്ന് പറഞ്ഞിട്ടില്ല. കോൺഗ്രസ്സുകാർ ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ തകർത്തുകൊണ്ട് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ ഈ രാജ്യത്ത് ജനാധിപത്യം പുനഃസ്ഥാപിക്കാൻ വേണ്ടി കൊല്ലപ്പെട്ടവർ, സഹനം അനുഭവിച്ചവർ, പീഡനങ്ങൾ ഏറ്റുവാങ്ങിയവർ അവരാരും ഏതെങ്കിലും ആനുകൂല്യം വേണമെന്ന് നാളിതുവരെ ആവശ്യപ്പെട്ടിട്ടില്ല. 42-ലെ ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ ഭാഗമായി നടന്ന പ്രക്ഷോഭങ്ങളിൽ സംഘപ്രവർത്തകരുടെ സാന്നിധ്യം ബ്രിട്ടീഷ് രഹസ്യ രേഖകളിൽ ഇപ്രകാരം രേഖപ്പെടുത്തുന്നു: സിവിൽ നിയമവിരുദ്ധ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് ഹോഷംഗാബാദിലെ സംഘപ്രവർത്തകർ ലാത്തികളോടുകൂടി എതിർക്കപ്പെടേണ്ട പ്രസംഗങ്ങൾ നിറഞ്ഞ ചില മീറ്റിംഗിൽ പങ്കെടുത്തതായി സൂചനകൾ കിട്ടിയിരിക്കുന്നു. തുടർന്നുള്ള ഭാഗത്ത് റായ്പൂർ ജില്ലയിൽ സിവിൽ നിയമവിരുദ്ധ പ്രക്ഷോഭങ്ങളിൽ പങ്കെടുത്തതിന് 7 സംഘപ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയതായി രേഖപ്പെടുത്തിയിരിക്കുന്നു. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്, സ്വയംസേവകർക്ക് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ പ്രക്ഷോഭത്തിലെ പങ്ക് ഇത് വേണമെങ്കിൽ എത്ര നേരം വേണമെങ്കിലും പറയാനുള്ള സാധനമുണ്ട്, രേഖകളുണ്ട്. ഈ രേഖകൾ മുഴുവൻ ഉദ്ധരിച്ചുകൊണ്ട് നമുക്ക് രാഷ്ട്രീയ സ്വയംസേവക സംഘം തുടങ്ങിയത് തന്നെ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയായിരുന്നു എന്ന് തെളിയിക്കാൻ സാധിക്കും. 5/5/1942 ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ സമയം തന്നെ. അന്ന് 40-ൽ ഡോക്ടർജി മരിച്ചു, പരംപൂജനീയ ഗുരുജി സർസംഘചാലകായി. 5/5/42 ഗുരുജി പ്രവർത്തകർക്ക് കൊടുത്ത ഒരു ആഹ്വാനമുണ്ട്: സ്വാതന്ത്ര്യത്തിലേക്ക് എത്താൻ പോവുകയാണ് രാജ്യം. അദ്ദേഹം പറഞ്ഞു, മോചനത്തിനുള്ള യുദ്ധം വേഗത്തിൽ സമീപിച്ചു കൊണ്ടിരിക്കുന്നതിനാൽ ഞാൻ ആഹ്ലാദിക്കുന്നു. നിങ്ങൾ നിശ്ചയമായും യുദ്ധദേവതയെ പൂവുകൊണ്ടല്ല മറിച്ച് ജീവത്യാഗം കൊണ്ടാണ് ആരാധിക്കേണ്ടത്. സ്വയം സേവകർക്ക് കൊടുത്ത നിർദ്ദേശമാണ്. ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി, ഈ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി, ഈ രാജ്യം ഇന്ന് കാണുന്ന വൈഭവസമ്പന്നമായ വർത്തമാനകാലത്തിലേക്ക് എത്തുവാൻ രാഷ്ട്രീയ സ്വയംസേവക സംഘം എന്താണ് ചെയ്തത്? അതിന്റെ ശതാബ്ദി വർഷത്തിൽ, നൂറ്റാണ്ടില് ഈ തിരുവനന്തപുരത്ത് ഈ പുത്തരിക്കണ്ടം മൈതാനത്തില് നമ്മൾ ആ തീമിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഹിന്ദു മഹാസമ്മേളനം നടത്തുമ്പോൾ അവകാശവാദങ്ങളില്ലാതെ നിശബ്ദമായി കടന്നു പോകുന്ന പരശതം പ്രവർത്തകരുള്ള ഈ മഹാപ്രസ്ഥാനത്തിന്റെ പങ്കെന്താണ് എന്ന് ചോദിച്ച് അപഹസിക്കുന്നവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ ഉത്തരം പറയുന്നത്. എന്താണ് പങ്ക് എന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടി മാത്രം പറയുകയാണ്. 42-ലെ ബ്രിട്ടീഷ് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ യോഗരേഖകൾ, മീറ്റിംഗ് ഡോക്യുമെന്റ്സിൽ പറയുന്നു, സെൻട്രൽ പ്രവിശ്യ, ബീഹാർ, ഐക്യ പ്രവിശ്യ, ബോംബെ, പഞ്ചാബ് എന്നിവിടങ്ങളിൽ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തെ പേടിക്കേണ്ടതുണ്ട്. ഇത് ബ്രിട്ടീഷുകാരുടെ രേഖയാണ്. തെളിവുകൾ ഇല്ലെങ്കിലും ഹിന്ദു മഹാസഭയുടെ നിയന്ത്രണത്തിലാണ് സംഘം പ്രവർത്തിക്കുന്നത് എന്നതിന് സംശയമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോഴും ചിലർ എങ്ങനെ പറയുന്നുണ്ട്, ഹിന്ദു മഹാസഭയുമായി ചേർന്നുകൊണ്ടും ചേരാതെയും സംഘം പ്രവർത്തിച്ചിട്ടുണ്ട്. സംഘടന ബ്രിട്ടീഷ് വിരുദ്ധമാണ് എന്ന് ബ്രിട്ടീഷ് രേഖകളിൽ പറയുകയാണ്. സുഭാഷ് ചന്ദ്രബോസുമായിട്ട് സംഘത്തിന് അടുപ്പമുണ്ടായിരുന്നു. അതുകൊണ്ടാവാം ചിലപ്പോൾ ജപ്പാന്റെ സഹായത്തോടുകൂടി ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സുഭാഷ് ചന്ദ്രബോസ് അന്ന് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവരുടെ രേഖയിൽ പറയുന്നു, ജപ്പാൻ അനുകൂല നിലപാടുകളുടെ ലക്ഷണങ്ങളും പ്രകടിപ്പിക്കുന്നുണ്ട്. ഏത്? RSS. കാരണം എന്താ? രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന് സുഭാഷ് ചന്ദ്രബോസുമായി വലിയ ഹൃദയൈക്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് സുഭാഷ് ചന്ദ്രബോസ് ഡോക്ടർജിയെ കാണാൻ 1940-ൽ നാഗപ്പൂരിൽ വരുന്നത്. അല്ലാതെ ജപ്പാനുമായിട്ട് നമുക്ക് എന്തെങ്കിലും ബന്ധമുണ്ടായിരുന്നത് കൊണ്ടല്ല. ഇനി ബന്ധം സുഭാഷ് ചന്ദ്രബോസുമായിട്ട് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിനുണ്ടായിരുന്ന തീവ്രമായ ബന്ധം വ്യക്തമാക്കുന്ന മറ്റൊരു ഡോക്യുമെന്റ് ഉണ്ട്. സുഭാഷ് ചന്ദ്രബോസിന്റെ INA, ഈ രാജ്യത്തെ സ്വതന്ത്രമാക്കാൻ വരുന്ന സൈനിക നീക്കം, അവർ ഭാരതത്തിൽ പ്രവേശിച്ചാൽ സംഘം എന്തു ചെയ്യണം എന്ന സർക്കുലർ ഉണ്ടായിരുന്നു. നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ആസാദ് ഹിന്ദു സേന ജപ്പാൻ സഹായത്തോടുകൂടി ഭാരതത്തിൽ പ്രവേശിക്കുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് 1943 സെപ്റ്റംബർ 20-ന് നാഗപ്പൂരിൽ രഹസ്യയോഗം നടന്നതായി ബ്രിട്ടീഷ് രഹസ്യാന്വേഷണ രേഖകളിലുണ്ട്. ചിന്തരഞ്ജന്റെ RSS ഫ്രീഡം മൂവ്മെന്റ് പേജ് 10, 11, 12. ഈ രാജ്യത്തിന്റെ
സ്വാതന്ത്ര്യത്തിന് വേണ്ടി രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ പങ്കിനെ കുറിച്ച് ആശങ്കപ്പെടുന്നവർക്ക് ഈ രാത്രി മുഴുവൻ വേണമെങ്കിൽ നിന്ന് പങ്കെന്താണെന്ന് സ്ഥാപിക്കാൻ നമുക്ക് സാധിക്കും. ഇനി കോൺഗ്രസ്സുകാരൊക്കെ RSSനെ കുറിച്ച് അങ്ങനെ, നമ്മുടെ സതീശൻ ഒക്കെ ഉണ്ടല്ലോ, സതീശൻ ഏതാ സഖാവ് ഏതാന്ന് ഇപ്പൊ തിരിച്ചറിയാൻ മേലാത്ത അവസ്ഥയാണ്. അപ്പോ ഈ സതീശനൊക്കെ വല്ലപ്പോഴും പുസ്തകം വായിക്കണം. അദ്ദേഹം പറയുന്നത് വലിയൊരു വായനാശീലമുള്ള ആളാണെന്നാണ്. പോട്ടെ, ആ പേര് ഞാൻ വിടുന്നു. 1947 നമ്മുടെ 46 സ്വാതന്ത്ര്യം കിട്ടുന്നതിന് തൊട്ട് മുമ്പ് 46 നമ്മുടെ നെഹ്റുജി സിന്ധിൽ ഹൈദരാബാദ് ഉണ്ട്. ഇവിടെ ആന്ധ്രാപ്രദേശിൽ മാത്രമല്ല ഹൈദരാബാദ്, സിന്ധിൽ ഹൈദരാബാദ് ഉണ്ട്. ഈ ഹൈദരാബാദിൽ പ്രസംഗിക്കാമെന്നേറ്റു നെഹ്റുജി, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. 46 മുസ്ലിം ലീഗുകാർ സമ്മതിച്ചില്ല. മുസ്ലിം ലീഗുകാർ യോഗത്തെ ആക്രമിക്കാൻ പദ്ധതി തയ്യാറാക്കി. ഇതറിഞ്ഞ കോൺഗ്രസ് നേതാക്കളായ ഡോക്ടർ ചിമ്മൻ ദാസും ബാബ കിഷൻ ചന്ദും സംഘത്തിന്റെ സഹായം തേടി. പലപ്പോഴും തല്ലുകൊള്ളാതെ പോകുന്നത് ഈ കാക്കിയിട്ട ഒരു കാരണമാണ്. അന്ന് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ സംരക്ഷണത്തിലാണ് ജവഹർലാൽ നെഹ്റു പ്രസംഗിച്ചത്. ഹൈദരാബാദില്, ഇന്നത്തെ പാകിസ്ഥാൻ. ദേശീയ പ്രക്ഷോഭങ്ങളും സംഘവും, പേജ് 17-18. ഇനി മഹാത്മാഗാന്ധി ഘാതകരാണല്ലോ RSSകാർ, മഹാത്മാഗാന്ധിയെ വെടിവെച്ചു കൊന്നവർ RSSകാരാണ് എന്ന് പ്രസംഗിച്ചിട്ട് കോടതി മാപ്പ് പറയിക്കാൻ ഇപ്പൊ നമ്മുടെ, പിന്നെ ഇയാൾ മാപ്പ് പറയാൻ മാത്രം ജനിച്ച ആളാണല്ലോ. എന്താണ് രാഹുൽ ഗണ്ഡി സവർക്കറെ കുറിച്ച് പറഞ്ഞതിന് സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം പുറഞ്ചം തല്ലി. പറഞ്ഞിട്ട് കാര്യമില്ല, തലയ്ക്കകത്ത് ആൾപ്പാർപ്പില്ലാത്ത ഒരു സാധു ജീവിയാണ്, അയാളെ കൊണ്ട് മറ്റുള്ളവരെ ചുടിയോറ് വാരിക്കുന്നതാണ്. അപ്പൊ അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരുന്നു RSSകാർ ഗാന്ധിജിയെ കൊന്നു എന്ന്. അവസാനം കോടതി പറഞ്ഞു രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന് ഗാന്ധിവധത്തിൽ പങ്കില്ല എന്ന് പറഞ്ഞാലും കമ്മ്യൂണിസ്റ്റുകാർ സമ്മതിക്കില്ല. ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കും. ആ മഹാത്മാഗാന്ധിയെ ദില്ലിയിലെ ഭംഗി കോളനിയിലുള്ള വാൽമീകി മന്ദിരത്തിൽ അദ്ദേഹം താമസിക്കുമ്പോൾ സ്വാതന്ത്ര്യ സമരം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന കാലം രാഷ്ട്രം വിഭജിക്കുവാൻ വേണ്ടിയിട്ട് ഡയറക്റ്റ് ആക്ഷൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ് മുഹമ്മദ് അലി ജിന്ന. സംഘർഷഭരിതമായ കാലം. ആ സമയത്ത് ഗാന്ധിജിക്ക് നേരെ മുസ്ലിം ഗുണ്ടകൾ, വാൽമീകി മന്ദിരത്തിൽ താമസിക്കുന്ന ഗാന്ധിജിക്ക് നേരെ മുസ്ലിം ഗുണ്ടകൾ ആക്രമിക്കാൻ പാഞ്ഞെടുത്തപ്പോൾ ഗാന്ധിജിയുടെ സഹായികൾ ഒരാളായിരുന്ന മലയാളിയായ കൃഷ്ണൻ നായർ ദില്ലിയിലെ പ്രാന്തപ്രചാരകനായിരുന്ന വസന്തറാവു വോക്കിന്റെ സഹായം നേടി. അല്ലാതെ യൂത്ത് കോൺഗ്രസിന്റെ ഓഫീസിലേക്കല്ല പോയത്, സേവാദളിന്റെ ഓഫീസിലേക്കൊന്നും അല്ല പോയത്. അവര് കൃഷ്ണൻ നായർ, ഗാന്ധിജിയുടെ സഹായിയായിട്ട് സന്തത സഹചാരിയായിട്ടുണ്ടായിരുന്ന കൃഷ്ണൻ നായർ ദില്ലിയിലെ RSSന്റെ കാര്യാലയത്തിലേക്ക്, അന്ന് പ്രാന്തപ്രചാരകൻ വസന്തറാവു വോക്കാണ്, അദ്ദേഹത്തിന്റെ സഹായം തേടി. അന്ന് ഗാന്ധിജിക്ക് കാവൽ നിന്നത് സ്വയം സേവകരാണ്. ആ സ്വയം സേവകർക്ക് ഗാന്ധിജിയെ വധിക്കേണ്ട കാര്യമില്ല. ഇനി സ്വാതന്ത്ര്യാനന്തരം ഉള്ള സംഭവങ്ങൾ. സ്വാതന്ത്ര്യാനന്തരം രാഷ്ട്രീയ സ്വാതന്ത്ര്യം ഭാരതത്തിന് കിട്ടിയെങ്കിലും ഗോവയ്ക്ക് എപ്പോഴാണ് സ്വാതന്ത്ര്യം കിട്ടിയത്? അങ്ങനെ നിരവധി പ്രദേശങ്ങൾ വിദേശ ശക്തികളുടെ കയ്യിലുണ്ടായിരുന്നു. 40,000 സൈനികരുമായിട്ട് 2 ലക്ഷം റസാക്കർമാർ, മതഭീകരവാദികൾ പിൻബലത്തിൽ ഹൈദരാബാദ് വേറിടൽ മനോഭാവം ഉന്നയിച്ചപ്പോൾ പട്ടേലിന്റെ നിർദ്ദേശപ്രകാരം മധ്യപ്രദേശ് മുഖ്യമന്ത്രി പണ്ഡിറ്റ് രവിശങ്കർ ശുക്ല ബാപ്പു സാഹബ് സോഹണി എന്ന സംഘചാലകലൂടെ സംഘത്തിന്റെ സഹായം തേടി. ഹൈദരാബാദിലെ ഹിന്ദുക്കളെ കൂട്ടക്കുരുതി ചെയ്യുന്നു, സ്വതന്ത്ര രാഷ്ട്രമായി മാറും എന്ന വാദം ഉന്നയിച്ചപ്പോൾ സംഘ സ്വയം സേവയുടെ സഹായം തേടി. ആര്യ സമാജവും സംഘവും ചേർന്ന് നിന്ന ചെറുത്തുനിൽപ്പ്, ആ ചെറുത്തുനിൽപ്പിലാണ് 1948 സെപ്റ്റംബർ 13 ഭാരത സൈന്യത്തിന്റെ ഇടപെടൽ സുഗമമാക്കിയത്. 1200 റസാക്കർമാരെ വധിച്ചുകൊണ്ട് ഹൈദരാബാദിനെ സ്വതന്ത്രമാക്കാൻ സാധിച്ചത് അങ്ങനെയാണ്. അതിൽ നിരവധി സ്വയം സേവകർ ബലിദാനികളായിട്ടുണ്ട്. 47 ശേഷമുള്ള സംഭവമായി പറയുന്നത്. വിഭജനത്തിന്റെ കാലത്ത് 47 വിഭജനം നമുക്കറിയാം. 5 ലക്ഷത്തിൽ പരം ഹിന്ദുക്കളെ കൂട്ടക്കുരുതി ചെയ്ത ആ വിഭജനത്തിന്റെ പ്രതികൂല കാലഘട്ടത്തിൽ സംഘത്തിന്റെ ചെറുപ്പക്കാർ പഞ്ചാബിലും സിന്ധിലും കാഴ്ചവെച്ചത് അതുല്യ ധീരതയായിരുന്നു. ഈ പ്രവർത്തനത്തിനിടയിൽ അനവധി യുവാക്കൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു. ആരാ പറയുന്നത്? KM മുൻഷി. 47 വിഭജന കാലത്ത്
ലക്ഷക്കണക്കിന് ആൾക്കാരെ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം ജീവൻ ബലി കൊടുത്ത പ്രസ്ഥാനത്തിന്റെ പേര് രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്നാണ്. ആ രാഷ്ട്രീയ സ്വയം സേവക സംഘം, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സംഘത്തിന്റെ സ്വാതന്ത്ര്യ സമരം അവസാനിച്ചിട്ടില്ല. അഖണ്ഡ ജമ്മു കാശ്മീർ അഖണ്ഡ ഭാരതത്തിന്റെ ഭാഗമാകും വരെ, റാവൽപിണ്ടിയും കറാച്ചിയും സിന്ധും ബലൂചിസ്ഥാനും ഈ അഖണ്ഡ ഭാരതത്തിന്റെ ഭാഗമാകും വരെ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ സ്വാതന്ത്ര്യ സമരം അവസാനിക്കുന്നില്ല സുഹൃത്തുക്കളെ. എല്ലാവരും 47 മതിയാക്കിയെങ്കിൽ നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. സിന്ധില് ബലൂചിസ്ഥാനില് ഒക്കെ ഭാരത് മാതാ കി ജയ് വിളിച്ചുകൊണ്ട് മുസ്ലിം സഹോദരന്മാർ പാകിസ്ഥാനെതിരെ സമരം നടത്തുക. POK-യിൽ പാക് ഓക്യുപ്പൈഡ് കാശ്മീരിൽ മുസ്ലിം സഹോദരന്മാർ ഞങ്ങൾക്ക് ഭാരതത്തിന്റെ ഭാഗമാകണം എന്ന് പറഞ്ഞ് പ്രക്ഷോഭം നടക്കുകയാണ്. കാരണം രാഷ്ട്രീയ സ്വയം സേവക സംഘം ഒരു മതത്തിനും എതിരല്ല എന്ന് നിഷ്കളങ്കമായി നിഷ്പക്ഷമായി ചിന്തിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. രാഷ്ട്രീയ സ്വയം സേവക സംഘം ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഒരു മതത്തിനും ഒരു രാജ്യത്തിനുമെതിരല്ല. രാഷ്ട്രീയ സ്വയം സേവക സംഘം ഭാരതത്തിനൊപ്പം നിൽക്കുന്ന, ഭാരതീയതയ്ക്കൊപ്പം നിൽക്കുന്ന പ്രസ്ഥാനമാണ്. ഭാരതത്തിനെതിരെ വന്നാൽ ഏത് കൊലകൊമ്പനാണെങ്കിലും അവന്റെ വിഷപ്പല്ല് പറിക്കാതെ വിശ്രമിക്കുന്ന പാരമ്പര്യമില്ലാത്ത പ്രസ്ഥാനം കൂടിയാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘം. ഇന്ന് ഭാരതത്തിന് തലവേദനയായി ഇന്നലെ വരെ നിന്നിരുന്ന ജമ്മു കാശ്മീരിനെ ശാന്തസുന്ദരമാക്കി കോടിക്കണക്കിന് ജനങ്ങൾ അവിടേക്ക് എത്തുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചത് 370 വകുപ്പിന്റെ ആ ഉന്മൂലനമായിരുന്നു. ആ ജമ്മു കാശ്മീർ എങ്ങനെയാ ഭാരതത്തോടൊപ്പം ചേർന്നത്? ജമ്മു കാശ്മീരിന്റെ കാര്യത്തില് RSSകാർക്ക് എന്താ ഇത്ര വ്യാകുലത എന്ന് ചോദിക്കുന്നില്ല ചിലരും. ജമ്മു കാശ്മീരിനെ ഭാരതത്തോടൊപ്പം ചേർത്തത് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ ഇടപെടലാണ്. കാശ്മീരിലെ രാജാവ് ഹരിസിംഗ് ലയനക്കരാറിൽ ഒപ്പുവെക്കാൻ തയ്യാറായില്ല, ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ തയ്യാറായില്ല. അന്ന് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ പഞ്ചാബ് സംഘചാലക് ബദരീസ് എന്ന് പറയാം, അദ്ദേഹം സംഘചാലക്, അദ്ദേഹം ശ്രീനഗറിലെത്തി. കാരണം ഹരിസിംഗുമായിട്ട് ആത്മബന്ധം ഉണ്ടായിരുന്നു ബദരീസ്ജിക്ക്. ബദരീസ്ജി ശ്രീനഗറിലെത്തി ഹരിസിംഗിനെ ഉപദേശിച്ച് പട്ടേലിന്റെ നിർദ്ദേശം അംഗീകരിക്കുവാൻ സമ്മതിപ്പിക്കുകയായിരുന്നു. അതിനുവേണ്ടി പട്ടേലിന്റെ നിർദ്ദേശം അനുസരിച്ച് സർദാർ വല്ലഭായ് പട്ടേൽ, ഭാരതത്തിന്റെ ഉരുക്കു മനുഷ്യൻ, ഈ അഖണ്ഡ ഭാരതത്തെ സൃഷ്ടിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ച വ്യക്തി, പട്ടേൽ ആശ്രയിച്ചത് അന്നത്തെ സർസംഘചാലക് ഗുരുജി ഗോൾവൽക്കറെ ആയിരുന്നു. പട്ടേലിന്റെ നിർദ്ദേശം അനുസരിച്ച് ഗുരുജി നേരിട്ട് പറന്നിറങ്ങി ശ്രീനഗറില്. ഹരിസിംഗിനെ കൊണ്ട് ലയന പ്രമാണത്തിൽ ഒപ്പുവെപ്പിക്കാൻ രാഷ്ട്രീയ സ്വയം സേവക സംഘം ബദരീസ് എന്ന് പറയുന്ന സംഘചാലകളിലൂടെ, പഞ്ചാബിലെ സംഘചാലകളിലൂടെ, രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ 2ാം സർസംഘചാലക് ഗുരുജി ഗോൾവൽക്കറിലൂടെ നടത്തിയ പരിശ്രമമാണ് ഈ കാശ്മീരിനെ നമ്മുടെ ഭാഗമായിട്ട് നിർത്തിയത്. പിന്നെ ഒരു പ്രദേശത്തെ പാകിസ്ഥാൻ അടിയറ വെച്ചത്, അത് ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ല, അത് കോൺഗ്രസിന്റെ സംഭാവനയാണ്, ജവഹർലാൽ നെഹ്റുവിന്റെ സംഭാവനയാണ്. ഗോവ വിമോചന സമരം 47 ശേഷമുള്ള സമരത്തില് 1954 ആഗസ്റ്റ് 2 ഗോവ, നഗർ ഹവേലി ഈ പ്രദേശങ്ങളിലേക്ക് പൂനെയിലെ സംഘചാലക് വിനായക റാവു ആപ്തയുടെ നേതൃത്വത്തിൽ 100 സ്വയം സേവകർ എരച്ചു കയറി. ഗോവ ഭാരതത്തിന്റെ ഭാഗമാകണം. 1955 ആഗസ്റ്റ് 15 സത്യഗ്രഹികളുടെ സംഘത്തെ ദില്ലിയിലെ മുൻ പ്രാന്തപ്രചാരക് വസന്തറാവു ഓക്കാണ് നയിച്ചത്. അന്നുണ്ടായ വെടിവെപ്പിൽ 3 സ്വയം സേവകർ മരിച്ചു. അപ്പോ 47 ഈ രാഷ്ട്രീയ സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ഭാരതത്തിന്റെ ഈ പ്രദേശങ്ങൾ ഓരോന്നായിട്ട് സ്വതന്ത്രമാക്കുന്നതിൽ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ പങ്കെന്തായിരുന്നു? ഇനിയും പറയാനുണ്ട്. രാഷ്ട്രീയ സ്വയം സേവക സംഘം പ്രവർത്തിക്കുന്നത് ഈ നാടിന്റെ വൈഭവപൂർണമായ ഒരു ഭാവിക്ക് വേണ്ടിയിട്ടാണ്. മത, ജാതി, ഭാഷാ ഭേദങ്ങളില്ലാതെ ഭാരതം എന്ന വികാരത്തോടുകൂടി ലോകത്തിന്റെ മുന്നിൽ തലയെടുപ്പോടുകൂടി നിൽക്കുന്ന ഒരു മാതൃഭാരതത്തെ സൃഷ്ടിക്കാനുള്ള നമ്മുടെ പരിശ്രമം അത് 100 വർഷം കഴിഞ്ഞിരിക്കുകയാണ്. ലോകം ഇന്ന് സാഹൂതം നോക്കുന്ന ഈ പ്രസ്ഥാനം, ഞാൻ പറഞ്ഞു 25-ൽ RSS തുടങ്ങുമ്പോൾ വളരെ ദുർബലമായ അവസ്ഥയില് ഹിന്ദു കഴിയുന്ന കാലത്ത് ആ ഹിന്ദുവിനെ സംഘടിപ്പിക്കാൻ, ഈ രാജ്യത്തെ സംഘടിപ്പിക്കാൻ വേണ്ടി രാഷ്ട്രീയ സ്വയം സേവക സംഘം തുടങ്ങുമ്പോൾ ഒരു ലോകശക്തിയുടെയും പിന്തുണയുണ്ടായിരുന്നില്ല.
ലോകശക്തി കമ്മ്യൂണിസത്തിന്റെ പിന്തുണയോടുകൂടി 20-ൽ ജനിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടി, നമ്മളെക്കായാലും RSSനേക്കാളും 5 വയസ്സ് മൂത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ന് ലോകത്തിൽ നാമാവശേഷമായിക്കൊണ്ടിരിക്കുമ്പോൾ 25-ൽ തുടങ്ങിയ രാഷ്ട്രീയ സ്വയം സേവക സംഘം ലോകം മുഴുവൻ വ്യാപിക്കുകയാണ്. 50-ൽ പരം ലോകരാഷ്ട്രങ്ങളിൽ രാഷ്ട്രീയ സ്വയം സേവക സംഘം ഇന്ന് പ്രവർത്തിക്കുന്നു. വിശ്വവിഭാഗ് എന്ന പേരില് റഷ്യയിലടക്കം ഇന്ന് നമ്മളുണ്ട്, സംഘപ്രവർത്തനമുണ്ട്. അടുത്ത കാലത്ത് ഉക്രൈനും റഷ്യയും തമ്മിൽ സംഘർഷമുണ്ടായപ്പോൾ, അഭയാർത്ഥി പ്രവാഹമുണ്ടായപ്പോൾ, നമ്മുടെ നാട്ടിൽ ഉരുളുപൊട്ടുമ്പോൾ എങ്ങനെയാണോ സേവാഭാരതി പ്രവർത്തകര് സേവന സന്നദ്ധരായി ഇറങ്ങിത്തിരിക്കുന്നത്, അതേപോലെ റൊട്ടിയും പുതപ്പും മരുന്നുമൊക്കെ ആയിട്ട് 100 കണക്കിന് സന്നദ്ധ പ്രവർത്തകർ അവിടെ എത്തി. എങ്ങനെ എത്തി? സേവ ഇന്റർനാഷണൽ എന്നാണ് ആ സംഘടനയുടെ പേര്. അത് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ പ്രേരണ ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്ന വിശ്വവിഭാഗിലെ സേവാഭാരതിയാണ്. അവിടെ DYFI ഉണ്ടായിരുന്നില്ല. ഈ റഷ്യയുടെ അതിർത്തിയിൽ DYFI ഉണ്ടായിരുന്നില്ല സേവനം എത്തിക്കാൻ. മുസ്ലിം ലീഗ് ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നത് RSSന്റെ സംഘടനയാണ് സേവ ഇന്റർനാഷണൽ. ആ സന്നദ്ധ സംഘടനയാണ് പലരെയും രക്ഷിച്ചത്. ഇന്ന് കടുത്ത മത നിയമങ്ങളുള്ള ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ പോലും ഭാരതത്തിന്റെ ദേശാഭിമാനികളുടെ പ്രസ്ഥാനം പ്രവർത്തിക്കുന്നു. 50-ൽ പരം രാഷ്ട്രങ്ങളിൽ ഇന്ന് സംഘം പ്രവർത്തിക്കുന്നു. ഇന്ന് ആഗോള സംഘടനയായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഇത്രയും കാലം സംഘത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നടത്തിയ പരിശ്രമങ്ങളൊക്കെ പരാജയപ്പെട്ട് ലോകരാഷ്ട്രങ്ങൾ വരെ ആദരവോടുകൂടി ഇന്ന് ഭാരതത്തെ നോക്കുകയാണ്. വരാനിരിക്കുന്ന നല്ല കാലങ്ങളിലേക്കുള്ള പ്രയാണത്തിൽ 100 വർഷം തികഞ്ഞ ഈ മഹാപ്രസ്ഥാനത്തിന്റെ സംഭാവന നാളെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടുക തന്നെ ചെയ്യും. പേരും പെരുമയും കാംക്ഷിക്കാതെ കടന്നുപോയ ബലിദാനികളായ, ജീവനും ജീവിതവും ഹോമിച്ച പരശതം പ്രവർത്തകർ, അവരുടെ പേരുകൾ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടുക തന്നെ ചെയ്യും. രേഖപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഈ മഹാചരിത്രം നാളെ ലോകം സാഹൂതം പഠിക്കുക തന്നെ ചെയ്യും. ഒരേ ലക്ഷ്യമേ ഉള്ളൂ, ഭാരതത്തെ വൈഭവപൂർണമായ നല്ല നാളുകളിലേക്ക് നയിക്കുക. ആ പ്രവർത്തനത്തിൽ ഈ പ്രസ്ഥാനം 100 വർഷം പിന്നിട്ടിരിക്കുന്നു. ആ പ്രസ്ഥാനത്തിൽ നിന്നും പ്രേരണ ഉൾക്കൊണ്ടാണ് അനന്തപുരി ഹിന്ദു മഹാസംഗമം പോലും നടക്കുന്നത്. അത്തരത്തിലുള്ള നിരവധി പ്രവർത്തനങ്ങൾക്കുള്ള പ്രേരണയും പ്രചോദനവുമായി ഇനിയും സാമൂഹ്യ പരിവർത്തനത്തിന്റെ മുൻനിരയിൽ രാഷ്ട്രീയ സ്വയം സേവക സംഘം ഉണ്ടാവും, നമ്മളുണ്ടാവും. നന്ദി, നമസ്കാരം. എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്, PRS ഹോസ്പിറ്റൽ കിള്ളിപ്പാലം തിരുവനന്തപുരം. 5 തലമുറകളായി നിങ്ങൾക്കൊപ്പം. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.